അവി അപ്പൊ നമ്മുടെ കർക്കിടക മാസ സ്പെഷ്യൽ 1 and 2 കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് എന്താണെന്ന് പറയോ? താളുകറി പലഹാരം ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഇല കൊണ്ട് ഇല മാത്രം അമ്മ അന്ന് പറഞ്ഞിരുന്നു. അമ്മ ഒരു ദിവസം താളുകറി പറഞ്ഞില്ലേ? അതെ. ഇനിയിപ്പോ ഈ തണ്ടെടുത്ത് നമ്മള് താളുകറി വെക്കാൻ ഇപ്പൊ ഇവന്റെ തണ്ട് മാത്രമേ നമ്മൾ എടുക്കൂ. ഇതിന്റെ ഇലയൊക്കെ നമ്മൾ മുറിച്ചു കളയും. ശരി, ഒരെണ്ണം കൂടെ എടുക്കാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ മുറിച്ചെടുക്കണം. അത് നമ്മൾ ഇതിന് പടം എന്നാണ് പറയണത്. പടം അത് കളയും. എന്നിട്ട് ഇതിന്റെ അവിടെ കളഞ്ഞിട്ട് ഇങ്ങനെ കീറും. തൊലി കീറണം. പുറത്തെ തൊലി കീറിക്കളയും. എല്ലാ വശത്തു നിന്നും നമ്മളെ തൊലി കീറിക്കളഞ്ഞു. കണ്ടത് ഇപ്പം വെള്ളയായി. ഇതിന് ഇല്ല അങ്ങനെ. ഇതിങ്ങനെ കീറിക്കളയും. ഇതിൻ്റെ പുറത്തെ തൊലി, ചേമ്പിന്റെ തണ്ടിന്റെ പുറത്തുള്ള തൊലിയെല്ലാം നമ്മൾ കീറിക്കളയാണ്. ഇത് ഇവിടെ ചെത്തിക്കളയണം. പടം ചെത്തിക്കളയണം. തൊലി ഈ വിതർന്ന ഭാഗത്ത് ആ ഒരു ഇങ്ങനെ പോള പോലെ നിൽക്കണം. അത് ചെത്തിക്കളയും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ വലിച്ചു കീറി കഴിഞ്ഞാൽ എല്ലാം പോകുന്നു. കണ്ടോ? അത് വൃത്തിയായി. ശരി, എല്ലാം നമ്മൾ കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെയും കഴുകിയാണ് നമ്മൾ. ഇനി അഥവാ എന്നാലും കഴുകണം. മണ്ണ് നിൽക്കുന്ന ചെടിയായതുകൊണ്ടേ ഇനി കൊച്ചായി കഴുകി ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് പോലും വലിപ്പം വേണ്ട. ഓക്കെ, 1/4 ഇഞ്ച് പോലും മാക്സിമം ചെറുതായിട്ട്. അപ്പോഴെടുക്കുന്ന എന്ത് കിട്ടും? ഇപ്പം ഇതിലേക്ക് വച്ചു. കണ്ടോ? താള് കുക്കറിലേക്കാണ് ഞാൻ വയ്ക്കുന്നത്. കൽച്ചട്ടിയിൽ വയ്ക്കാലും നമ്മുടെ കൽച്ചട്ടിയില്ലേ, നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ എടുത്ത് അതിൽ വെച്ചാലും വേഗം. പക്ഷെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. മഞ്ഞപ്പൊടി എന്തൊക്കെ ഇടണമെന്ന് പറയും. മഞ്ഞപ്പൊടി ഒരു പിന്നെ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂണേ ഉള്ളൂ അല്ലേ? എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം. എരിവ് കുറച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളം. ഏകദേശം ഒപ്പായില്ലേ വെള്ളം? ഇതാണ് വേണ്ടത്. ഇനി നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഒരു 3-4 ആവി വരണം, എന്നെങ്കിലും വേഗമുള്ളൂ. കുറച്ച് 2 ആവി വെച്ചിട്ട് നമുക്ക് സിമ്മിൽ വെച്ചാൽ പെട്ടെന്നാകും. താള് നല്ല വെന്തുടഞ്ഞു. ഇത് ശരി. എന്നിട്ട് നമ്മൾ കവി കൊണ്ട് നല്ലോണം ഇങ്ങനെ ഉടച്ചുടച്ച് ചേർക്കണം. വീണം ഉടച്ചെടുത്ത് ഇത് നല്ലോണം കലങ്ങി അല്ലേ? വെന്ത് കലങ്ങിയിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇത് ഇത്തിരി പുളി ഒഴിക്കണം. പുളി ഒഴിച്ചിട്ടൊന്ന് നോക്കണം. പുളി മതിയോ എന്നുള്ളത്. സാമ്പാറിനൊക്കെ ചേർക്കണ പോലെ ആവശ്യത്തിന് പുളി ചേർക്കുക. ഓക്കെ, പുളി മതി. ഈ പുളി കിടന്ന് നല്ലോണം വേവും. ഇച്ചിരി ഉപ്പിടട്ടെ. മരത്തോറോട്ട് അമ്പലത്തിൽ നമ്മുടെ കൃഷ്ണന്റെ അമ്പലം. ശരിക്കും ധന്വന്തരി മൂർത്തിയാണല്ലേ അവിടെ. വർഷത്തിൽ ഈ പിന്നെ കർക്കിടക മാസത്തിൽ കറുത്ത വാവിന് താളുകറി അതുപോലെ ഒരു നമസ്കാരം എന്ന് പറയും. ഉണക്കച്ചോറാണ്. അതവിടെ ഒരു പ്രധാന വഴിപാട്. അത് ഒരു വലിയ വിശ്വാസമാണ് ആൾക്കാർക്ക്. അത് ഉണ്ടാക്കാറുണ്ടെന്ന് പറയാം. ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ രോഗമൊക്കെ മാറാനായിട്ടുള്ള, അസുഖങ്ങളൊക്കെ മാറാനായിട്ടുള്ള വഴിപാടാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം ഇതിന്റെ ഒരു സ്റ്റോറേജ് റൂം തന്നെയാണ് നമ്മുടെ താളുകറി. ഒരു കലവറയാണ് ഇതിന്റെ എല്ലാ മിനറൽസിന്റെയും. ഇപ്പം നമ്മുടെ കർക്കിടക മാസത്തിൽ ഇതൊരു 5-6 ദിവസമെങ്കിലും ഇത് കഴിച്ചിരിക്കണം. നല്ലതാണ്. ശരിക്കും പറഞ്ഞ ഈ കർക്കിടക മാസത്ത് മാത്രം ഉണ്ടാവുന്നൊരു ചെടിയല്ലേ മുമ്മേ? അല്ല, പക്ഷെ എന്നാലും തളിരുള്ളത് ഏറ്റവും ഇതിന്റെ തളിരിനാണ് ഏറ്റവും കൂടുതൽ സ്വാദും കൂടുതൽ. കുറച്ചുകൂടെ വിറ്റമിൻസ് ഒക്കെ കൂടുതൽ കിട്ടുന്ന, അയണും കാൽഷ്യം ഒക്കെ കിട്ടുന്നത് തളിരില്ല. അപ്പം കുറച്ച് പരിപ്പ്, പിന്നെ അമ്മൂമ്മയുടെ ഓൺ റെസിപ്പി ആയിട്ടുള്ള സാമ്പാർ പൊടി, കുറച്ച് പരിപ്പ്,
പിന്നെ മല്ലി, മല്ലി, കുറച്ച് ഉലുവ. അത് അളവൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം ഞാൻ അങ്ങനെ പൊടിച്ചെടുക്കാൻ. ഇത് പിന്നെ കുറച്ച് അമ്മൂമ്മ തന്നെ പൊടിച്ചെടുത്താണ്. മുളക് എല്ലാം കൂടെ പൊടിച്ചു വെച്ച് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കും. അതിൻ്റെ സാമ്പാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിന്റെ കൂട്ട് തന്നെയാണല്ലേ? സാമ്പാറിൻ്റെ തന്നെ ആണ്. പക്ഷേ ഇതിൽ പരിപ്പ് ഞാൻ ഈ പൊടി ചേർത്തിരിക്കുന്ന പരിപ്പേ ഉള്ളൂ, അല്ലാണ്ട് പരിപ്പ് നമ്മൾ വേറെ ചേർക്കുന്നില്ല. ഇത്തിരി കായം ഞാൻ പൊടിയുടെ കൂടെ ചേർക്കാത്തതുകൊണ്ട് ഇത്തിരി ഇടുക. കായം, സാമ്പാർ പൊടി ഇട്ടു, കായം ഇട്ടു. കായം ശരിക്കും കഷ്ണമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കാം. അപ്പം അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് വറുക്കാൻ പോവാണല്ലേ? ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് അളവേ ഉള്ളൂ കേട്ടത്. 2 ഉലുവ, പിന്നെ കടുക്. ആവശ്യത്തിന് അറിയാലോ, ഒന്നും നമ്മൾ പറയണ്ടല്ലോ. ചെറിയ അളവിൽ മതിയല്ല. പൊട്ടി തുടങ്ങി മരുന്ന് തിളച്ച് പോകരുത്. നമ്മുടെ താളുകറി റെഡി. നോക്ക് കേട്ടോ, കൂട്ടാൻ ഒഴിക്കുക കേട്ടോ. നോക്കിക്കോ, ടേസ്റ്റ് നോക്ക്. ആഹാ, നമ്മുടെ മണമൊക്കെ വന്നിട്ടല്ലേ? കഴിച്ചു നോക്ക്. ഇനി നമുക്കൊരു പിടി പിടിക്കാം. നല്ല ചൂടുണ്ട്. ആഹാ, ഈ റൂമല്ല, ഏരിയ ഫുള്ള് മണം തന്നെയുണ്ട്. എല്ലാം മതി അബി. ഈ ഏരിയ ആൾക്കാരെ കൊതിപ്പിക്കാനിട്ടാ. ഇതില് ശരിക്കും ഈ ചോറല്ല വേണ്ടത്. നമ്മുടെ ഉണക്കച്ചോറായിരുന്നു. ഈ ഉണക്കലിൽ ഇപ്പൊ നമ്മൾ മരുന്ന് കഴിഞ്ഞ് വയ്ക്കും. നിങ്ങൾക്കൊരു വായ കൊതിപ്പിക്കല്ല കേട്ടോ, പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല. എല്ലാരും ഉണ്ടാക്കി നോക്കുക. ഈ മാസം എന്തായാലും 2-3 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഉണ്ടാക്കി 2, 3, 4 പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ബോഡി നിങ്ങൾ തന്നെ നോക്കുക. അതെ. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള പച്ചില ഇലകൾ കൂടുതലും നമ്മൾ കഴിക്കുമ്പോൾ, ഇലക്കറികൾ കൂടുതലും ഇങ്ങനെയുള്ള വസ്തുക്കൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രതിരോധ ശക്തി ഒരുപാട് കിട്ടുന്നുണ്ട്. അതാണ്. പ്രതിരോധ ശക്തി മാത്രമല്ല, നമ്മുടെ ബോഡി വേറെ ഒരു ഡിസീസിനും അടിമപ്പെടൂല. നമ്മൾ ഒന്നാമത് പുറത്തുനിന്നൊക്കെ വല്ലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ അതിൽ കൂടെ കയറുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക്. അതെ, വിഷാംശം.